വീട്ടിലെ അമ്മായി നമ്മളെ വീട്ടിലേക്ക് കരിയില വാരി ഇടുക. ആണോ? ആഹാ. കൊച്ചു കയറി പൊക്കോ, ഞാൻ നോക്കിക്കോളാം. അമ്മായി, അമ്മായി. എന്നാടി അമ്മായി ഇത് എന്നാ പണി കാണിക്കുന്നത്? ഞാൻ രാവിലെ അടിച്ചു വാരിയിട്ടിട്ട് പോയ മിറ്റാണല്ലോ, അങ്ങോട്ടേക്ക് കരിയില മുഴുവൻ വാരിയിട്ടോ? ആഹാ, നീ ആള് കൊള്ളാലോ. നിന്റെ മാവിന്റെ ഇല മുഴുവൻ എന്റെ മുറ്റത്തോട്ടാ വീഴുന്നേ. ഞാനത് പറക്കി നിന്റെ മുറ്റത്തോട്ട് തിരിച്ചിടുന്നു. അതിനിപ്പോ എന്നാ എത്ര തെറ്റ? മാവിന്റെ ഇല വീഴുന്നൊക്കെ സത്യ. കഴിഞ്ഞ കൊല്ലം ഇതിന്റെ കൊമ്പ് വെട്ടാൻ ആളെ കൊണ്ടുവന്നപ്പോ അമ്മായി എന്തോ പറഞ്ഞേ? മാവിന്റെ കൊമ്പ് വെട്ടണ്ട, ഇതിൽ പകുതി മാങ്ങ തന്നാ മതിന്ന്, അങ്ങനെയല്ലേ പറഞ്ഞേ? എന്നിട്ട് മാങ്ങ ഉണ്ടായപ്പോഴോ ഈ കൊമ്പിലേക്ക് നിൽക്കുന്ന മാങ്ങ മാത്രമല്ലാതെ ഈ പ്രായത്തിൽ ഈ മാത്തക്കറി ഈ മാവിലെ മുഴുവൻ മാങ്ങയും പറിച്ചു തിന്നില്ലേ? എന്നിട്ടോ എന്റെ കൊച്ചിന് ഒരു മാങ്ങ പോലും തിന്നാൻ കിട്ടിയില്ല. ഇപ്പൊ മാങ്ങയും ഇല്ല, വീഴുന്ന കരിയില മുഴുവൻ എന്റെ വീടിന്റെ മുറ്റത്തേക്ക്. ഓ, എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. അവളുടെ ഒരു മാങ്ങ കിട്ടിയതല്ല മൂത്രക്കാടിയാ. ഇതേ പെണ്ണുപിള്ളേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. ഉള്ള മാങ്ങ മുഴുവൻ പറിച്ചു തന്നിട്ട് ഇപ്പൊ മൂത്രക്കാടിയ പോലും അല്ലേ? ഇനി എന്റെ മുറ്റത്തേക്ക് എങ്ങാനും കരിയില വാരിയിട്ടാ മാങ്ങാച്ചനെ ഞാൻ കണ്ണി തേക്കും. എടി കൊച്ചേ, നീ അതിനെന്തിനാ ഇത്ര ദേഷ്യപ്പെടുന്നത്? ഞാനൊരു തമാശ കാണിച്ചതല്ലേ. എനിക്കെന്താ ഇത്ര ദേഷ്യമോന്നോ? 6 കൊല്ലം മുമ്പ് ഞങ്ങളുടെ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഞങ്ങളുടെ സാമ്പത്തികം വെച്ച് അന്ന് സന്തോഷത്തോടെ ഞങ്ങൾ കല്യാണ ഡ്രസ്സ് എടുത്തത്. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തേ? 30 കിലോമീറ്റർ അപ്പുറമുള്ള തുണിക്കട കണ്ടുപിടിച്ച് നിങ്ങൾ അവിടുന്ന് ഞങ്ങളുടെ ബില്ലിന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുത്ത് കല്യാണത്തിന് വന്നവരോടെല്ലാം ഞങ്ങൾ കുറഞ്ഞ വിലയ്ക്കാ തുണി എടുത്തതെന്ന് പറഞ്ഞില്ലേ? സംശയമുള്ളവർക്കൊക്കെ നിങ്ങൾ ബില്ലിന്റെ കോപ്പി കൊടുത്തില്ലേ? ഇത് അറിഞ്ഞപ്പോ ഉണ്ടല്ലോ എനിക്ക് നിങ്ങളെ കൊല്ലാനുള്ള കളിയുണ്ടായിരുന്നു. പിന്നെ എന്റെ കെട്ടിയും പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഒന്ന് സമാധാനപ്പെട്ടത്. അല്ല, എനിക്ക് അറിയാൻ മേലായിട്ട് ചോദിക്കും, നിങ്ങൾക്ക് ഇത് എന്നാത്തിൻ്റെനേക്കാട് അമ്മായി? എല്ലാ ഞായറാഴ്ചയും വെട്ടം വീഴുന്നതിന് മുമ്പ് പള്ളി പോകുന്നതും കാണാം. ഫോൺ സ്റ്റാറ്റസ് നോക്കിയാലോ, ദൈവവചനം തടഞ്ഞിട്ട് ഫോൺ വരെ ഹാങ് ആവും. കഴിഞ്ഞ ഞായറാഴ്ച പള്ളിയിൽ നിന്ന് വനിതാ സമാജത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി നിങ്ങൾ പറഞ്ഞു വിട്ടില്ലേ? എടി കൊച്ചേ, നീ ഇതൊക്കെ എങ്ങനെയാ അറിഞ്ഞേ? കല്യാണത്തുണിയുടെ കാര്യം ഞാനാ പാട്ടാക്കിയത്, നിന്നോടാരാ പറഞ്ഞേ? ഇതൊക്കെ എങ്ങനെ അറിഞ്ഞുവെന്നോ? നിങ്ങളെ പോലെയുള്ള അയൽക്കാരിയമ്മായിമാർ ഒരെണ്ണമല്ലല്ലോ, വീടിന് ചുറ്റും വേറെയും കുറെ പേരുണ്ടല്ലോ. അവരും അവരുടെ ജോലി കൃത്യമായി തന്നെ ചെയ്യുന്നുണ്ടാവും. സംശയം ഉണ്ടെങ്കിൽ ഇതേ ഇവരോടൊന്ന് ചോദിച്ചു നോക്കിയേ. ഒന്ന് പോടി പെണ്ണെ, അതൊക്കെ കഴിഞ്ഞ കഥയല്ലേ. ഈ പെണ്ണിന്റെ ഒരു കാര്യം, ഞാൻ അപ്പുറത്തേക്ക് വരാം, നമുക്ക് ഒരുമിച്ച് കരിയില അടിച്ച് കളയാവേ. ഇതിനൊരു നാണമില്ല ഈശ്വര.